ഇത്രയും ചോദ്യങ്ങൾ പ്രധാനമായിട്ട് എക്കണോമിക്സ് നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഘട്ടം അല്ലെങ്കിൽ പറയുന്ന പോലെ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ, LD ആണെങ്കിലും ഏതൊരു എക്സാമുകൾക്കും തയ്യാറെടുക്കുന്ന ആൾക്കാരാണെങ്കിലും ഇങ്ങനെ ഈ പറയുന്ന പോലെ SCERT നിന്ന് കൃത്യമായിട്ട്, NCERT നിന്ന് കൃത്യമായിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ബജറ്റിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഹായ്, ആലപ്പുഴ, പാലക്കാട് ജില്ലകളിലെ LDC എക്സാം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ഒരു ചോദ്യ പേപ്പറിൻ്റെ GK പോർഷൻ്റെ ചോദ്യങ്ങളുടെ സോഴ്സ് നമുക്കൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. മുൻവർഷങ്ങളിൽ അല്ലെങ്കിൽ മുന്നത്തെ ഘട്ടങ്ങളിലെ LDC ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, പ്രത്യേകിച്ച് ഏതൊക്കെ SCERT, NCERT പാഠഭാഗങ്ങളിലാണ് വന്നിട്ടുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ പൊതുവിൽ ഈ ഒരു ചോദ്യ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഒരു മറ്റ് ഘട്ടങ്ങളുമായിട്ട് നോക്കുമ്പോൾ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. അത് പ്രസ്താവന ചോദ്യങ്ങളാണെങ്കിലും മറ്റ് ചോദ്യങ്ങളാണെങ്കിലും തന്നെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഓരോ സബ്ജക്റ്റ്, എക്കണോമിക്സ്, ജോഗ്രഫി, ഹിസ്റ്ററി, അങ്ങനെ ഓരോ സബ്ജക്റ്റും നമുക്ക് മനസ്സിലാക്കി ഏത് മേഖലയിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. അതിൽ SCERT, NCERT പാഠപുസ്തകങ്ങൾ, അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളുടെ സോഴ്സ് ആയിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതല്ലാതെ മറ്റ് പുറത്തുനിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. നമ്മളിവിടെ നോക്കുന്ന പ്രധാനമായിട്ടും SCERT, NCERT അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മേഖലകളിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്നാണ്. അപ്പം ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് ആയിട്ടുള്ള എക്കണോമിക്സ് എന്ന് തന്നെ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു പ്രത്യേകത, നമ്മുടെ പ്രൊഫഷണൽ ആൻസർ കീ വന്നപ്പോൾ അതിൽ 2-3 മിസ്റ്റേക്കുകൾ നമുക്ക് കാണാൻ പറ്റി. എക്കണോമിക്സിലാണെങ്കിലും മറ്റ് സബ്ജക്റ്റുകളാണെങ്കിലും തന്നെ അതിന് ഫൈനൽ ആൻസർ കീ വരുന്ന സമയത്ത് അതിൽ കറക്ഷൻ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എക്കണോമിക്സിൻ്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് 1ാം ഘട്ടത്തിലും അതുപോലെ 2ാം ഘട്ടത്തിലും ഖാദി ബോർഡ് LDCയിലും എല്ലാം തന്നെ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ആവർത്തിച്ച് ചോദ്യങ്ങൾ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു എക്സാമിനും ആവർത്തിച്ചു എന്നുള്ളതാണ് സത്യാവസ്ഥ. അത് പ്രത്യേകിച്ച് പുതിയൊരു മേഖലയൊന്നുമല്ല, മുന്നേ വന്നിട്ടുള്ളത്, മുന്നേ ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പുതിയ മേഖലയൊന്നുമല്ല. കഴിഞ്ഞ ഫേസ് LDC ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ പറയാൻ പറ്റും. പക്ഷേ ഒരു പ്രശ്നം, ഇവിടെ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചോദ്യം എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഉദാരവൽക്കരണ നയത്തിന് കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വ്യാവസായിക, കാർഷിക, ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങൾ, വ്യാവസായിക ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് കൺഫ്യൂസ്ഡ് ആകും. പക്ഷേ ഇത് 11ാം ക്ലാസ്സിലെ NCERT ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഇന്ത്യൻ സാമ്പത്തിക വികസനം, ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്ക്, 11ാം ക്ലാസ്സിലെ NCERT ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ ചാപ്റ്റർ, 3rd ചാപ്റ്റർ വായിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. കാരണം പറയുന്നുണ്ട് പ്രധാനമായിട്ടും സാമ്പത്തിക പരിഷ്കരണങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത്. നോക്കിയേ, വ്യവസായ മേഖലയിൽ ലൈസൻസ് കൊടുക്കുക, എക്സ്പോർട്ട് ഇമ്പോർട്ട്, ഇറക്കുമതി കയറ്റുമതിക്ക് വേണ്ടിയുള്ള നയങ്ങൾ, സാങ്കേതിക വിദ്യ നവീകരണം, ധനനയം, ഫിസ്ക്കൽ പോളിസി, വിദേശ നിക്ഷേപം തുടങ്ങിയ രംഗങ്ങളിലായിരുന്നു. 1991 തുടങ്ങിയ ഉദാരവൽക്കരണം കൂടുതൽ സമഗ്രമായിരുന്നു എന്നൊക്കെ ആ ഒരു ചാപ്റ്ററിനകത്ത് കൃത്യമായിട്ടും പറയുന്നുണ്ട്. അപ്പം നമുക്കിവിടെ ഒരിടത്തും തന്നെ കാർഷിക മേഖലയെ പറ്റി പറയുന്നില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, 1991 പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട് കാർഷിക മേഖലയെ പറ്റി ഒന്നും തന്നെ പറയുന്നില്ല. പകരം അവിടെ വ്യാവസായിക മേഖലയെ പറ്റിയും അതുപോലെ ധനകാര്യ മേഖലയെ പറ്റിയും പറയുന്നുണ്ട്. അപ്പൊ കാർഷിക മേഖല ഇല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ നോക്കിയേ, കാർഷിക മേഖല ഇല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഓപ്ഷൻ ബിയിലോട്ട് നമുക്ക് ആൻസർ ആയിട്ട് എത്താൻ പറ്റും. അപ്പൊ കാർഷിക മേഖല ഇല്ല, അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആ ഒരു ചാപ്റ്റർ വായിച്ചിട്ടുണ്ടെങ്കിൽ NCERT 11ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ആ ഒരു ചാപ്റ്റർ വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 ഓപ്ഷൻസ് A, C and D എലിമിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓപ്ഷൻ ബിയിലോട്ട് എത്താം. അപ്പം വന്നിട്ടുള്ള സോഴ്സ് എവിടെയാണ്? NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. വായിച്ചിട്ടുള്ളവർക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കിയേ, ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്? അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതാണ്, നമുക്കറിയാവുന്നതാണ്. പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്, 1ാം പഞ്ചവത്സര പദ്ധതി, 2ാം, 3ാം, അങ്ങനെ പല പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് നമ്മൾ നോക്കുന്നുണ്ട്. നമ്മൾ അതിനൊപ്പം പഠിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഒരു 3ാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞ് 66 മുതൽ 69 വരെ ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ ഉണ്ട്. ആ സമയത്താണ് പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ ആദ്യഘട്ടം 3ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് തന്നെ ആരംഭിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം 66, 69 പ്ലാൻ ഹോളിഡേ, അതിന് മുന്നേ ആയിരുന്നു 3ാം പഞ്ചവത്സര പദ്ധതി. SCERTക്കകത്ത് പറയുന്നുണ്ട്, നോക്കി, SCERTക്കകത്ത് പറയുന്നുണ്ട് ഹരിത വിപ്ലവത്തിന്റെ 1ാം ഘട്ടം
60ന്റെ പകുതി മുതൽ 70ന്റെ പകുതി വരെ. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഒരു പ്ലാൻ ഹോളിഡേക്ക് മുന്നേയാണ്. ഈ ഒരു മൂന്നാം പഞ്ചവത്സര പദ്ധതി സമയമാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി പരാജയപ്പെട്ടുകൊണ്ടാണ് പ്ലാൻ ഹോളിഡേ നടപ്പിലാക്കിയത്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, എഴുതാൻ പറ്റുന്നതാണ്. മാത്രമല്ല ഇത് മുൻവർഷം ചോദിച്ച ചോദ്യമാണ്. ഇവിടെ PSC 4ാം പഞ്ചവത്സര പദ്ധതി എന്നാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിന്റെ ആൻസർ 3ാം പഞ്ചവത്സര പദ്ധതിയാണ്. 3ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് നമുക്ക് SCERTക്ക് അതിൽ നിന്ന് കിട്ടും. ഇത് 11ാം ക്ലാസ്സിലെ എന്താണ് 2ാമത്തെ ചാപ്റ്റർ പ്ലാനിങ്, ആ ഒരു ചാപ്റ്ററിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത്. ഇത് PSC ആൻസർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ എന്നാണ്. ഇവിടെ പറയുന്ന നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത്, നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിക്കകത്ത് ഏത് വരുന്നില്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, മത്സരപരവും സഹകരണപരവുമായിട്ടുള്ള ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, പോളിസി ഗൈഡൻസും നിർദ്ദേശങ്ങളും നൽകുന്നു, പരിപാടികളും സംരംഭങ്ങളും നടപ്പിലാക്കുകയും നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. അപ്പൊ ഇത്രയും 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. PSC ഓപ്ഷൻ എ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളിവിടെ നോക്കുക, ഇവിടെ കൊടുക്കുന്നുണ്ട് ഇത് നീതി ആയോഗ്, ഞാൻ വേറൊരിടത്തുനിന്നും എടുത്തിട്ടുള്ളതല്ല, ഇത് നീതി ആയോഗിന്റെ വെബ്സൈറ്റ് ആണ്. കഴിഞ്ഞ തവണ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്, നീതി ആയോഗിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, അവരുടെ വെബ്സൈറ്റിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് നീതി ആയോഗിന്റെ വെബ്സൈറ്റ് എടുക്കുക, അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക, പഠിക്കുക. നമ്മൾ പലതവണ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ പറഞ്ഞൊരു കാര്യമാണ്, നോക്കിയേ, ഗ്രാമതലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുകയും ഗവൺമെന്റിന്റെ ഉയർന്ന തലങ്ങളിൽ ക്രമേണ അവ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. നോക്കിയേ, ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, അതല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്ന, ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. മനസ്സിലായല്ലോ? ഇനി അടുത്ത് മത്സരപരവും സഹകരണപരവുമായിട്ടുള്ള ഫെഡറലിസം ആണല്ലോ, സഹകരണ ഫെഡറലിസം. അതുപോലെ തന്നെയാണ് മത്സരപരം, കോമ്പറ്റീറ്റീവ് ആൻഡ് കോപ്പറേറ്റീവ് ഫെഡറലിസം. ഇനി അതുപോലെ തന്നെ പോളിസി ഗൈഡ് ലൈൻസും നിർദ്ദേശങ്ങളും, അതാണ് എന്താണ്, നയവും പ്രോഗ്രാം. നയമാണ് പോളിസി എന്ന് പറയുന്നത്. ഗൈഡ് ലൈൻസ് കൊടുക്കുന്നു. അതിനുശേഷം അടുത്ത പരിപാടികളും സംരംഭങ്ങളും നടപ്പിലാക്കുകയും നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. നിരീക്ഷണവും വിലയിരുത്തലും എല്ലാ കാര്യങ്ങളും തന്നെ നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്നതാണ്. ഇതൊന്നും തന്നെ പ്രവർത്തന പരിധിയിൽ വരാത്തതല്ല, 4ഉം തന്നെ പ്രവർത്തന പരിധിയിൽ വരുന്നതാണ്. പക്ഷേ പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു വെബ്സൈറ്റ് എ ആണ് കൊടുത്തിരിക്കുന്നത്. ഫൈനൽ ആൻസർ കീ വരുമ്പോൾ അതിൽ ചേഞ്ച് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. ഇനി അപ്പോൾ നീതി ആയോഗിന്റെ വെബ്സൈറ്റ് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ഏതൊരു PSC എക്സാമിന് പഠിക്കുന്ന ആൾക്കാരും നീതി ആയോഗിനെ പറ്റി പഠിക്കുമ്പോൾ അവരുടെ ലക്ഷ്യങ്ങളും സവിശേഷതകളും അത് അവരുടെ സൂചികകളുണ്ട്. ഇപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസ സൂചിക, അതുപോലെ തന്നെ എന്താണ് പിന്നെ നമുക്ക് പറയാൻ പറ്റും ആരോഗ്യ സൂചിക, ബഹുമുഖ ദാരിദ്ര്യ സൂചിക എന്നിങ്ങനെയുള്ള സൂചികകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നീതി ആയോഗിന്റെ വെബ്സൈറ്റ് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നീതി ആയോഗിന്റെ വെബ്സൈറ്റ് നിർബന്ധമായിട്ടൊന്ന് നോക്കിയിട്ട് പോവുക. അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ലഭ്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഗൂഗിളിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ട്രാൻസ്ലേറ്റ് എടുക്കാൻ പറ്റും പേജിന്. ഇനി അടുത്തൊരു ചോദ്യം, ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ 2ാമത്തെ വലിയ ബാങ്കായി മാറിയത്? ഇതിന്റെ ആൻസർ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണെങ്കിലും PSC ബാങ്ക് ഓഫ് ബറോഡ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കുക, ഈവൻ ബാങ്ക് ഓഫ് ബറോഡയുടെ വെബ്സൈറ്റിൽ പോലും അവര് 3ാം സ്ഥാനമാണെന്ന് കൊടുത്തിട്ടുണ്ട്. അസറ്റിന്റെ ബേസിൽ, ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ബാങ്ക് ഓഫ് ബറോഡ 3ാം സ്ഥാനം. 1ാം സ്ഥാനം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, 2ാമത് പഞ്ചാബ് നാഷണൽ ബാങ്ക്, 3ാമത് ബാങ്ക് ഓഫ് ബറോഡ, 4ാമത് കാനറ ബാങ്ക്. ഇത് മുന്നേ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, 2ാം സ്ഥാനത്തുള്ള ബാങ്ക് ഏതാണെന്ന് മുന്നേ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയാണ് PSC ആൻസർ കൊടുത്തു, ശരി. പക്ഷെ അവരുടെ വെബ്സൈറ്റിൽ, ബാങ്ക് ഓഫ് ബറോഡയുടെ വെബ്സൈറ്റിൽ പോലും അത് 3ാം സ്ഥാനമെന്ന് കൃത്യമായിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഇവിടുത്തെ ആൻസർ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. ഫൈനൽ ആൻസർ കീ വരുമ്പോൾ അതിൽ ചേഞ്ച് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത നമുക്ക് നോക്കിയേ, ഇന്ത്യൻ സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത്. മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കറിയാം, മേക്ക് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ എന്ത് പ്രോത്സാഹിപ്പിക്കുക, ഇന്ത്യയിലെ വ്യാവസായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുക, അതായത് ഇന്ത്യയിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള കാര്യം വെച്ചാൽ, വ്യവസായം എന്ന് പറയുമ്പോൾ ഒരു അസംസ്കൃത വസ്തുവിനെ മറ്റൊരു വസ്തുവാക്കി മാറ്റി. ഇപ്പൊ A എന്ന് പറയുന്ന ഒരു സാധനത്തിനെ B ആക്കി മാറ്റുക, കോട്ടൺ എന്ന് പറയുന്ന വസ്തുവിൽ നിന്ന് വസ്ത്രം ഉണ്ടാക്കുക, മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ചകിരിയിൽ നിന്ന് കയർ ഉണ്ടാക്കുക. അപ്പൊ അതാണ് മാനുഫാക്ചറിങ്, വ്യവസായ മേഖല ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യയിൽ വ്യവസായങ്ങൾ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുക, അതുവഴി വ്യവസായങ്ങൾ ഇന്ത്യക്ക് വേണ്ട സാധനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക, അതുപോലെ തന്നെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുക. ഇതെല്ലാം തന്നെ ഇതിന്റെ മേക്ക് ഇൻ ഇന്ത്യയുടെ ലക്ഷ്യത്തിനകത്ത് വരുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ല ഒരു സിംഹത്തിന്റെയൊക്കെ ലോഗോ ഉള്ള മേക്ക് ഇൻ ഇന്ത്യ. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്.
മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ ബജറ്റിനകത്തൊക്കെ മേക്ക് ഇൻ ഇന്ത്യനൊക്കെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു വാർത്തയിൽ ഒരു വാക്ക് വന്നാൽ, മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വാക്ക് വാർത്തയിൽ എവിടെയെങ്കിലും കറണ്ട് അഫയേഴ്സിനകത്തോ ബജറ്റിനകത്തോ എവിടെയെങ്കിലും വന്നാൽ എന്താണ് ആ വാക്ക് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം അത്തരത്തിൽ CA ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഉദാഹരണം, കഴിഞ്ഞൊരു എക്സാമിന് വന്നതാണ് മുദ്ര ബാങ്കുകൾ, മുദ്ര ലോണുകളെ പറ്റി ഒരു ചോദ്യം വന്നിട്ടുണ്ട്. മുദ്ര എന്ന് പറഞ്ഞാൽ എന്തുമായി ബന്ധപ്പെട്ടതാ? അത് കാരണം ബജറ്റിനകത്ത് മുദ്രയെ പറ്റി പറയുന്നുണ്ട്. മുദ്രാ ലോണുകൾ 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമായിട്ട് പരിധി ഉയർത്തി എന്നാണ് ബജറ്റിനകത്ത് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ PSC എന്താണ് മുദ്ര എന്നുള്ളതാണ് ചോദ്യം വന്നത്. അപ്പൊ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ബജറ്റിനകത്തും വാർത്തയിലും കാര്യം വരുമ്പോൾ നമ്മൾ മേക്ക് ഇൻ ഇന്ത്യയിൽ എന്ത് ചേഞ്ച് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല പഠിക്കാനുള്ളത്, എന്താണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പഠിക്കണം. നമ്മുടെ രാജ്യത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. നിർമ്മാണം എന്ന് പറയുമ്പോൾ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുക, അതിന്റെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുക, വിദേശത്തു നിന്നുള്ള കൂടുതൽ നിക്ഷേപം. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നമ്മളിപ്പോൾ വിദേശത്ത് നിന്ന് ഐഫോണുകൾ ഇന്ത്യയിലോട്ട് ഇറക്കുമതി ചെയ്യുന്നുണ്ടായിരുന്നു മുന്നേ, അല്ലെ? കാരണം നമ്മൾ വാങ്ങുമ്പോൾ വിദേശത്ത് നിർമ്മിച്ച ഐഫോണാണ് വാങ്ങുന്നത്. അതേസമയം ഇപ്പോൾ നിലവിലോ ഇന്ത്യയിൽ അവർക്ക് ഐഫോണിന്റെ ആപ്പിളിന്റെ പ്ലാന്റ് ഉണ്ട്, മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത്. അപ്പൊ ഒരു വിദേശത്തു നിന്നുള്ള നിക്ഷേപം ഇന്ത്യയിലോട്ട് വരികയല്ലേ? നമ്മൾ മുന്നേ വിദേശ കാറുകൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നു, അപ്പൊ ചെലവ് കൂടുതലാണ്. പക്ഷെ ഇപ്പോൾ ആ വിദേശ കമ്പനികൾ, കാർ കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു, വിദേശത്തു നിന്നുള്ള നേരിട്ടുള്ള നിക്ഷേപം അവരിവിടെ നടത്തുന്നു. അത് മേക്ക് ഇൻ ഇന്ത്യയുടെ ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് പറഞ്ഞൂടെ? ഇവിടെ നോക്കി അതാണ് പറയുന്നത്, ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക. കാരണം വിദേശ നിക്ഷേപം ഇവിടെ നടത്തുമ്പോൾ ടെസ്ല എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിൽ നേരിട്ട് വിദേശ നിക്ഷേപം നടത്തുമ്പോൾ ഇന്ത്യയിൽ ആ കാറുകൾ നിർമ്മിക്കാൻ പറ്റുന്നു. പറഞ്ഞ ക്ലിയറായി? അല്ലാതെ മറ്റു സ്ഥലത്ത് നിന്ന് ഇറക്കുമതി അല്ല ചെയ്യാനുള്ളത്, ഇന്ത്യയിൽ നമുക്ക് നിർമ്മിക്കണം. ഇനി ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതിയാണോ എന്ന് വെച്ചാൽ എന്താണ്? അസംസ്കൃത വസ്തുക്കൾ എന്ന് വെച്ചാൽ കോട്ടൺ കയറ്റുമതി ചെയ്യുന്നു, ചകിരി കയറ്റുമതി ചെയ്യുന്നു, അതൊക്കെയാണോ? അല്ല, ഉൽപ്പന്നമാക്കി മാറ്റുക. അതാണ് മേക്ക് ഇൻ ഇന്ത്യയുടെ ഉദ്ദേശം. വിദേശ ഇറക്കുമതി ആശ്രയിക്കുന്നത് വർദ്ധിപ്പിക്കുക ആണോ? അല്ല, അതും തെറ്റാണ്. ബിസിനസ്സിൽ സർക്കാർ നിയന്ത്രണങ്ങൾ കുറയ്ക്കുക, അതും തെറ്റാണ്. ഓപ്ഷൻ ഇതൊരു കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, എക്കണോമിക്സിൽ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ബജറ്റുമായിട്ടൊരു ടേം വന്നു, മുദ്ര അല്ലെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ, ബാലൻസ് ഓഫ് പേയ്മെന്റ് തുടങ്ങിയ വാക്കുകളൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കേൾക്കുകയാണെങ്കിൽ അപ്പോൾ അത്തരത്തിലുള്ള വാക്കുകൾ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതായത് അതിൽ ഇന്ന മാറ്റം കൊണ്ടുവന്നു, ഇത്തരത്തിലൊരു ചേഞ്ച് കൊണ്ടുവന്നു. ആ ചേഞ്ച് കൊണ്ടുവന്ന മാത്രമല്ല, വന്ന മാറ്റം മാത്രമല്ല പഠിക്കാനുള്ളത്, അതെന്താണ് എന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കുക. കാരണം മുദ്രയിൽ 10 നിന്ന് 20 കൂട്ടി എന്ന് പറയുമ്പോൾ എന്താണ് മുദ്ര എന്നുള്ളതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ പ്രധാനമായിട്ട് എക്കണോമിക്സ് നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഘട്ടം അല്ലെങ്കിൽ പറയുന്ന പോലെ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ, LD ആണെങ്കിലും ഏതൊരു എക്സാമുകൾക്കും തയ്യാറെടുക്കുന്ന ആൾക്കാരാണെങ്കിലും ഇങ്ങനെ ഈ പറയുന്ന പോലെ SCERTയിൽ നിന്ന് കൃത്യമായിട്ട്, NCERT നിന്ന് കൃത്യമായിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ബജറ്റിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഈ NCERT SCERT പാഠഭാഗങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി എക്കണോമിക്സിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 11ാം ക്ലാസ്സിലെ 2ാമത്തെയും 3ാമത്തെയും ചാപ്റ്റർ എൽ ഡി സിയുടെ ചോദ്യ പേപ്പറുകൾ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ഈ പറയുന്ന 11ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ പ്ലാനിങ്, 3ാമത്തെ ചാപ്റ്റർ നവലിബറൽ നയങ്ങൾ, ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഇനി അടുത്ത് നമുക്ക് ജോഗ്രഫിയുടെ ചോദ്യങ്ങൾ നോക്കാം. പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവ് എത്രയാണ് എന്നാണ് ചോദ്യം. ഇത് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, SCERT 10ാം ക്ലാസ്സിലെ, അതായത് സോഷ്യൽ സയൻസ് 2 അറിയാലോ, ടെക്സ്റ്റ് ബുക്കിലെ പാർട്ട് 1 അതിനകത്ത് 10ാം ക്ലാസ്സിലെ SCERTക്ക് അത് കൊടുത്തിട്ടുണ്ട്. ഋതുഭേദങ്ങളും സമയവും 1ാമത്തെ ചാപ്റ്റർ, അതിനകത്ത് കൃത്യമായിട്ടും പറയുന്നുണ്ട്. നോക്കിയേ, ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്നും 66.5 ഡിഗ്രി ചരിവുണ്ടെന്ന് നിങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കണ്ടോ, അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്നും 66.5 ഡിഗ്രി ചരിവുണ്ട്. നോക്കി, ഇതാണ് ഇവിടെ പറയുന്നത് 66.5 ഡിഗ്രി ചരിവ്. കണ്ടല്ലോ? അപ്പൊ ഇവിടെ ചോദിക്കുന്നത് എന്താ, പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവ് എത്ര? കണ്ടല്ലോ, പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവെന്ന് പറയുന്നത് എത്രയാണ്? 66.5 ഡിഗ്രി. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി. ഇത് എവിടെയാ വന്നിട്ടുള്ളത്? 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 2, അതായത് അതിനകത്ത് പാർട്ട് 1, അതിനകത്ത് ഋതുഭേദങ്ങളും സമയവും എന്ന് പറയുന്ന 1ാമത്തെ ചാപ്റ്ററിനകത്ത് നിന്ന് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ആൻസർ കിട്ടും. അപ്പം നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്, ഇത്തരത്തിലുള്ള പോർഷൻസിൽ നിന്ന് പലതവണ ആവർത്തിച്ച് ചോദ്യങ്ങൾ വരും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു ചാപ്റ്ററും കൂടെ എന്ത് ചെയ്യാൻ നോക്കിയിട്ട് പോകണം. ദെൻ സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ, അടുത്ത ചോദ്യമാണ് ജോഗ്രഫിയുടെ, സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിന് സംഭവിക്കുന്നത് പെരിഹീലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് എന്ത്? നമ്മൾ പെരിഹീലിയനെ പറ്റിയും അബ്ഹീലിയനെ പറ്റിയും എല്ലാം തന്നെ ചെറിയ ചാപ്റ്റേഴ്സ് നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത്, PSC പഠിക്കുന്ന സമയത്ത് എല്ലാം പഠിച്ചിട്ടുണ്ട്.
അപ്പൊ നമ്മൾ SCERT വായിക്കണം. പ്രത്യേകത നമുക്ക് അറിയാം, നിങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. എൻട്രി നിങ്ങൾക്ക് ഒരു PDF തന്നെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. 6 മുതൽ 10 വരെയുള്ള SCERTയുടെ ഓരോ വിഷയത്തിനും, ജോഗ്രഫിക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് നോക്കണം, എക്കണോമിക്സിന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് നോക്കണം, ഭരണഘടനയ്ക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് നോക്കണം എന്ന് കൃത്യമായിട്ട് എൻട്രി ഒരു PDF എല്ലാവർക്കും ഷെയർ ചെയ്ത് തരുന്നത് പൊതുവായിട്ട് ടെലഗ്രാം ചാനലിൽ ലഭ്യമായിരുന്നു. അപ്പൊ അതൊക്കെ വായിച്ചു നോക്കിയിട്ടുള്ള ആ SCERTs കൃത്യമായിട്ടും വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസറും കിട്ടും. കണ്ടല്ലോ, കഴിഞ്ഞ ചോദ്യം വന്ന അതേ ചാപ്റ്റർ, ഋതുഭേദങ്ങളും സമയവും എന്ന് പറയുന്ന അതേ ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ചോദ്യം. നമുക്കറിയാം പെരിഹീലിയനെ പറ്റിയും നമ്മൾ അപ്ഹീലിയനെ പറ്റിയൊക്കെ ആ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. സൂര്യ സമീപ ദിനമാണ് പെരിഹീലിയൻ, സൂര്യ വിദൂര ദിനമാണ് അപ്ഹീലിയൻ. മനസ്സിലായല്ലോ? അപ്ഹീലിയൻ, സൂര്യൻ ഭൂമിയിൽ നിന്ന്, നോക്കിയേ ഇവിടെ കൃത്യമായിട്ട് അതിനകത്ത് തന്നെ ഒരു ഫോട്ടോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ആ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നേക്കാൾ ഒരു ഫോട്ടോ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും. ഇവിടെ കണ്ടോ, അപ്ഹീലിയൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് സൂര്യനിലോട്ടുള്ള ദൂരം 152 ദശലക്ഷം കിലോമീറ്റർ ആണ്. ഇനി പെരിഹീലിയൻ, സൂര്യ സമീപ ദിനം എന്ന് പറയുന്നത് 147 ദശലക്ഷം. അതായത് ഭൂമിയും സൂര്യനും ഏറ്റവും അടുത്തുള്ളത് 147, അതാണ് പെരിഹീലിയൻ. ഇനി ഭൂമിയും സൂര്യനും ഏറ്റവും ദൂരെയുള്ളതാണ് അപ്ഹീലിയൻ എന്ന് പറയുന്നത്, 152 ദശലക്ഷം. ഇതെന്ന് പറയുന്നത് കൃത്യമായിട്ടും ഋതുഭേദങ്ങളും സമയവും എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനകത്തുണ്ട്. സൂര്യനും ഭൂമിയും അടുത്തടുത്തായി, ഓപ്ഷൻ എ ആണ് പെരിഹീലിയൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ അപ്ഹീലിയൻ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ആണ് ഒരു പ്രധാനപ്പെട്ട ചാപ്റ്റർ. കാരണം 2 ചോദ്യങ്ങൾ, അടുത്തടുത്തുള്ള 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരേ ചാപ്റ്ററിൽ നിന്ന്, ഋതുഭേദങ്ങളും സമയവും എന്ന് പറയുന്ന ഒരേ ചാപ്റ്ററിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് കാറ്റിന്റെ ഉറവിടം തേടി. നിങ്ങൾ പലപ്പോഴും ഇത്തരത്തിൽ അന്തരീക്ഷത്തിനെ പറ്റി, കാറ്റുകളെ പറ്റിയൊക്കെ ചോദ്യങ്ങൾ ആവർത്തിച്ച് നമ്മുടെ LDC എക്സാമിന് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് നോക്കാം. നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ഹ്യൂമിഡിറ്റി, ആർദ്രത എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം, അത് SCERTയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലാസ് 10 സോഷ്യൽ സയൻസ് 2 പാർട്ട് 1 രണ്ടാമത്തെ ചാപ്റ്റർ, കാറ്റിന്റെ ഉറവിടം തേടി. അന്തരീക്ഷ വായുവിലെ ജലത്തിന്റെ അളവാണ് ആർദ്രത. നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവാണ്, അതുകൊണ്ട് ജലം ബാഷ്പമാകുമ്പോൾ അത് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആർദ്രതയും അന്തരീക്ഷ മർദ്ദവും, ഇത് കൃത്യമായിട്ട് ഈ ഒരു ചാപ്റ്റർ വായിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റുമായിരുന്നു. ആർദ്രത നമ്മുടെ അന്തരീക്ഷ പാളിയിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ഹ്യൂമിഡിറ്റി, ആർദ്രത എന്ന് പറയുന്നത്. നോക്കിയേ, അത് ഈ ഒരു ചാപ്റ്ററിനത് കാറ്റിന്റെ ഉറവിടം തേടി. അപ്പോൾ ഋതുഭേദങ്ങളും സമയവും പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കാറ്റിന്റെ ഉറവിടം തേടി എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന്, റിമോട്ട് സെൻസിങ്ങുമായിട്ടും സാറ്റലൈറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് പലപ്പോഴും ചോദ്യങ്ങൾ ആവർത്തിച്ച് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആകാശ കണ്ണുകളും അറിവിന്റെ വിശകലനം, അതും ക്ലാസ് 10 സോഷ്യൽ സയൻസ് 2 പാർട്ട് 2. ആകാശ കണ്ണുകളും അറിവിന്റെ വിശകലവും 6ാമത്തെ ചാപ്റ്റർ ആണ് സോഷ്യൽ സയൻസ്. 10ാം ക്ലാസ്, നമ്മൾ ഈ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം തന്നെ 10ാം ക്ലാസ്സിലെ ജോഗ്രഫിയിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് റിമോട്ട് സെൻസിങ് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ്. ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിങ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. വിദൂര സംവേദനം ഇന്ത്യയിൽ ഹൈദരാബാദ് ആസ്ഥാനമാക്കിയിട്ടുള്ള നാഷണൽ റിമോട്ട് സെൻസിങ് അല്ലെങ്കിൽ നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ ആണ്. മനസ്സിലായല്ലോ? ഇന്ത്യയുടെ റിമോട്ട് സെൻസിങ് ഉപഗ്രഹങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ ശേഖരണം, സംഭരണം, സംസ്കരണം, വിതരണം എന്നിവയുടെ എല്ലാം പൂർണ്ണമായിട്ടുള്ള ചുമതല ആർക്കാണ്? നാഷണൽ റിമോട്ട് സെൻസിങ് സെന്ററിനാണ്. ഹൈദരാബാദ് ആസ്ഥാനമാക്കി, കൃത്യമായിട്ടും പറയുന്നുണ്ട്, ഹൈദരാബാദ് ആസ്ഥാനമാക്കിയിട്ടുള്ള നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ ആണ്. അപ്പൊ നമ്മൾ വായിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പോയിന്റുകളൊക്കെ നമ്മൾ വെറുതെ അങ്ങ് വായിച്ച് വിടരുത്. മനസ്സിലായില്ല? കണ്ടോ, എവിടുന്നാണ് ചോദിച്ചിരിക്കുന്നതെന്ന് കണ്ടല്ലോ. അപ്പൊ കൃത്യമായിട്ട് ഈ ഒരു ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നു വിദൂര സംവേദനം ഇന്ത്യയിൽ, അതിനകത്തു നിന്നാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് വായിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി ഈ പോയിന്റുകളെല്ലാം കൂടി ഒന്ന് മനസ്സിലാക്കി വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി അടുത്തതും വീണ്ടും 10ാം ക്ലാസ്സിലെ SCERT തന്നെയാണ് മറ്റൊരു. ഇതെന്ന് വെച്ചാൽ കൂടുതലായിട്ട് ഒരു എക്കണോമിക്സിന്റെ ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ ജോഗ്രഫിയിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഇന്ത്യൻ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പല ഗതാഗതങ്ങളെ പറ്റി, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഈ പറയുന്ന കാർഷിക മേഖലയെ പറ്റി, ഇന്ത്യയുടെ വ്യാവസായിക മേഖലയെ പറ്റി, ഇന്ത്യയുടെ ഗതാഗത മേഖല, അതിപ്പോ റോഡ്, റെയില്, വാട്ടർ ട്രാൻസ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു ചാപ്റ്ററാണ് 10ാം ക്ലാസ്സിലെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള ഒരു ഭൂമിശാസ്ത്രം നമ്മൾ മനസ്സിലാക്കി തരുന്നു. ഒരു എക്കണോമിക് ജോഗ്രഫി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനകത്ത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതിനകത്ത് ഉൾനാടൻ ജലപാതകൾ,
രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. നമ്മുടെ ഉൾനാടൻ ജലപാതകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, വാട്ടർ വേസ്, അതായത് ഉൾനാടൻ ജലപാതകൾ, ഇൻലാൻഡ് വാട്ടർ വേസ്, കടലിലൂടെ അല്ലാതെയുള്ള മാർഗം, ഉൾനാടൻ ജലപാതകൾ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ വേഗത്തിലാക്കുന്നു. ദേശീയ ജലപാത 4 ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്ന് കാക്കിനട മുതൽ പുതുച്ചേരി വരെയുള്ള കനാൽ. അപ്പൊ നോക്കിയേ, കാക്കിനട പുതുച്ചേരി എന്നുള്ളത് ഓപ്ഷൻ ബി, 8ാമത്തെ ചാപ്റ്റർ, ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം. ഈ ഒരു ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ജോഗ്രഫിയിൽ നിന്നും എക്കണോമിക്സിൽ നിന്നും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. 10ാം ക്ലാസ്സിലെ സെക്കൻഡ് പാർട്ട്, സോഷ്യൽ സയൻസിന്റെ സെക്കൻഡ് പാർട്ട്, അതിൽ 2ാമത്തെ ഭാഗം, 2ാമത്തെ ടെക്സ്റ്റ് ബുക്കിനകത്താണ് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇതിനകത്ത് ദേശീയ ജലപാത 1, 2. അപ്പോൾ 1 ഗംഗാ നദി മുതൽ അലഹബാദ്, ഗംഗാ നദിയിലെ അലഹബാദ് മുതൽ ഖാൽഡിയ വരെയാണ് എന്തെന്ന് പറയുന്നത് ദേശീയ ജലപാത 1. 2 ആണെങ്കിലോ ബ്രഹ്മപുത്രയിലെ സദിയ മുതൽ ധൂബ്രി വരെ. ദേശീയ ജലപാത 3 കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. അപ്പോൾ നമ്മൾ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ പറഞ്ഞിട്ടുള്ള ജലപാത പിന്നീട് കോഴിക്കോട് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ദേശീയ ജലപാത 4 നമ്മളിപ്പം പറഞ്ഞ കാക്കിനട മുതൽ പുതുച്ചേരി വരെ. ദേശീയ ജലപാത 5 പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ, നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റിലുള്ള പൂർവ്വതീരം, ഈസ്റ്റ് സൈഡിലുള്ള നമ്മുടെ മഹാനദി, ബ്രഹ്മണി മുതൽ മഹാനദി ഡെൽറ്റ വഴിയുള്ള കണക്ട് ചെയ്യുന്നതാണ് ദേശീയ ജലപാത 5. അപ്പൊ ഈ ഒരു ചാപ്റ്ററും കൂടെ ഒന്ന് വായിച്ചിട്ട് നിങ്ങൾ പോകേണ്ടതാണ്. അടുത്തത് വീണ്ടും കാറ്റിന്റെ ഉറവിടം തേടി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യം വീണ്ടും വന്നിട്ടുണ്ട്. നമുക്ക് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ട്, എൻട്രിയുടെ പല ക്ലാസ്സുകളിലും തന്നെ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു പോയിന്റ് ആണ്. ബിബിൻ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്നത്. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് അല്ലേ, നിങ്ങൾ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഈ പറയുന്ന പോലെ എന്താണ്, ഇവിടെ നോക്കി, കുതിര അക്ഷാംശം എന്ന് കൃത്യമായിട്ട് മലയാളത്തിൽ പറയുന്നുണ്ട്. കുതിര അക്ഷാംശം എന്ന് പറയുന്നത്, ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്. അത് എന്തുകൊണ്ടാണെന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ ഒരു ബോക്സിനകത്ത്. അപ്പൊ നോക്കി, കാറ്റിന്റെ ഉറവിടം തേടി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനകത്ത് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്താണ്, അത് എന്തുകൊണ്ട് ആ പേര് വന്നു എന്നുള്ള കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട്. നോക്കി, യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയിരുന്ന പഴയകാല ചരക്ക് കപ്പലുകളിലെ ഒരു പ്രധാന കയറ്റുമതി ഇനമായിരുന്നു മുന്തിയ ഇനം കുതിരകൾ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ കാറ്റുകൾ ദുർബലമായിരുന്നതിനാൽ പായ്ക്കപ്പലുകൾക്ക് സുഗമമായി സഞ്ചരിക്കാനാവാത്ത സാഹചര്യം. കാരണം പായ്ക്കപ്പലുകൾ സഞ്ചരിക്കണമെങ്കിൽ ആ കാറ്റിന്റെ ദിശ, കാറ്റടിച്ചാൽ മാത്രമേ അതിന്റെ ദിശയിൽ സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു കുതിരകളെയും കൊണ്ട് ഇത്തരത്തിൽ കയറ്റുമതിക്ക് സാധനങ്ങളും കൊണ്ട് പോകുന്ന സമയത്ത്, അവിടെ എത്തുന്ന സമയത്ത് നിശ്ചലമായിട്ട് മാറുന്ന ഒരു അവസ്ഥ വരുന്നു. അപ്പോൾ കപ്പലിന്റെ ഭാരം കുറയ്ക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. ഭാരം കുറച്ചാൽ മാത്രമേ അവിടെ നിന്ന് മൂവ്മെന്റ് സാധ്യമാകത്തുള്ളൂ. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് കുതിരകളിൽ പലതിനെയും കടലിൽ ഉപേക്ഷിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഏരിയനെ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്ന, കുതിര അക്ഷാംശം എന്ന് അറിയപ്പെടുന്നത്. പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഒരു കപ്പലിൽ പോകുന്നു, അവിടെ കാറ്റില്ല, അപ്പൊ കുതിരകൾ എടുത്ത് എറിയുന്നു, അതാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ, മനസ്സിലായല്ലോ, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ അത് ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നതാണ്, കാറ്റിന്റെ ഉറവിടം തേടി. ഇനി അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും ജോഗ്രഫി എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിന്റെ സോഴ്സുകൾ നമ്മൾ നോക്കി. ഇനി അടുത്ത് ഹിസ്റ്ററിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, അതിലൊക്കെ ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, താഴെ പറയുന്നവരിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതിരുന്നത്? അപ്പൊ ഇത് 10ാം ക്ലാസ്സിൽ, വീണ്ടും 10ാം ക്ലാസ്സിലെ ചോദ്യത്തിലോട്ട് വന്നിരിക്കുന്നു. സോഷ്യൽ സയൻസ് 1 പാർട്ട് 2 അതിൽ നിന്നുള്ള ചോദ്യമാണ്. അധ്യായം 8 കേരളം ആധുനികതയിലേക്ക്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, മലബാറിൽ AV കുട്ടിമാളു അമ്മ, തിരുവിതാംകൂറിൽ അക്കമ്മ ചെറിയാനും ആനി മസ്കിനും തുടങ്ങിയവർ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. അപ്പൊ കേരളത്തിൽ ആദ്യ മഹിളാ സമ്മേളനമായാണ് അറിയപ്പെടുന്നത്. മലബാറിൽ AV കുട്ടിമാളു അമ്മയും തിരുവിതാംകൂറിൽ അക്കമ്മ ചെറിയാൻ, ആനി മസ്കിൻ തുടങ്ങിയവർ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. അപ്പൊ AV കുട്ടിമാളു അമ്മ, അക്കമ്മ ചെറിയാൻ, ആനി മസ്കിൻ, ഇതെല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ട്. സുനന്ദാമ്മ എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ വായിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാത്ത ഓപ്ഷൻ ബി ആണ്. ഇത് നമുക്ക് SCERT-ക്കകത്ത് നിന്ന് കണ്ടെത്താൻ പറ്റുന്ന ചോദ്യം തന്നെയാണ്. അപ്പൊ നമ്മളിങ്ങനെ എലിമിനേഷൻ വെച്ചിട്ടാണ്, മനസ്സിലായല്ലോ, എലിമിനേഷൻ പോസിബിൾ ആണ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഉറപ്പായിട്ടും AV കുട്ടിമാളു അമ്മേനെ നമ്മൾ മലബാറിൽ വായിച്ചു, മലബാറിലുണ്ട്. ഇനി തിരുവിതാംകൂറിൽ അക്കമ്മ ചെറിയാനെ, ആനി മസ്കിനെ നമ്മൾ വായിച്ചു. അതിന്റെ അർത്ഥം ഇവർ 3 പേരും ഉണ്ട്. അപ്പൊ മറ്റേ ഈ പറയുന്ന സുനന്ദാമ്മയെ നമ്മൾ വായിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും എന്ത് ചെയ്യും, അതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് വീണ്ടും ക്ലാസ് 10 സോഷ്യൽ സയൻസ് 1 പാർട്ട് 1 അതിൽ നിന്ന് വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്,
അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ഇത് ജോൺ ലോക്കിന്റെ വാക്കുകളാണ്. നിങ്ങൾ ജോൺ ലോക്കിന്റെ വാക്കുകൾ, തോമസ് പെയിൻ, ജോൺ ലോക്ക്, ഇത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാരുടെ, മൊണ്ടസ്ക്യൂ, റൂസോ, വോൾട്ടയർ, ഇവരുടെയൊക്കെ എല്ലാം ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ വായിക്കുന്ന സമയത്ത് അമേരിക്കൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു ചാപ്റ്ററാണ്. അത് ഉറപ്പായിട്ട് നിങ്ങൾ വായിച്ചിട്ട് പോകാനുള്ള ഒരു ചാപ്റ്ററാണ്. അത് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇവിടുത്തെ ആൻസർ കിട്ടും. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ജോൺ ലോക്കിന്റെ വാക്കുകളാണ്. അധ്യായം 1. ഇനി വീണ്ടും 10ാം ക്ലാസ്സിൽ നിന്ന് തന്നെയാണ് ചോദ്യം വന്നിട്ടുള്ളത്. സന്യാസൻ മുന്നേ പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. സന്യാസനെ പറ്റി പലതവണ എന്ത് ചെയ്യാറുണ്ട്? ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ സന്യാസൻ, ഡോക്ടർ സന്യാസനെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഇവിടെ വരുന്നത് അദ്ദേഹത്തിന്റെ തത്വങ്ങളിൽ പെടാത്തത് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം, സ്വാതന്ത്ര്യം, ഈ 4 കാര്യങ്ങളിൽ ഏതാണ് പെടാത്തത്? സ്വാതന്ത്ര്യം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തത്വങ്ങളിൽ പെടാത്തത്. അതും നമ്മുടെ ഈ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ ഐഡിയ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം, ഇത് 3ആണ്. പക്ഷെ അവിടെ എന്ത് പറയുന്നില്ല? സ്വാതന്ത്ര്യത്തിനെ പറ്റി പറയുന്നില്ല. SCERT ക്ലാസ് 10 സോഷ്യൽ സയൻസ് ഒന്നാമത്തെ പാർട്ട് 1ലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്ത്, അപ്പൊ ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് നമുക്ക് SCERTയിൽ നിന്ന്, അപ്പൊ ഈ പറയുന്ന പോലെ ഹിസ്റ്ററിയുടെ SCERT സോഴ്സുകളായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്ത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയിലെ ചോദ്യങ്ങളൊന്നും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യമായിരിക്കും. അതായത് ഈ പറയുന്ന പോലെ നമുക്കൊന്ന് എന്താ എലിമിനേഷൻ, ഗസ് വർക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ ഇതും കൃത്യമായിട്ട് പാഠപുസ്തകത്തിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. ഒരു രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തതേത്? അപ്പോൾ ഒരു രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം എന്ന് പറയുന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏത്? അതിന്റെ ആൻസർ ചെയ്യുക. കാരണം ഒരു ഭൂപ്രദേശം, ഇന്ത്യ എന്ന് പറയുന്ന ഭൂപ്രദേശം എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ കരമേഖല, ഇന്ത്യ, ജമ്മു കാശ്മീർ മുതൽ ലഡാക്ക് മുതൽ താഴെ നമ്മുടെ കന്യാകുമാരി വരെ, അതിനൊപ്പം തന്നെ നമ്മുടെ ആൻഡമാൻ, ലക്ഷദ്വീപ്, ഇതെല്ലാം ചേരുന്നതാണ് ഇന്ത്യ. ഗുജറാത്ത് മുതൽ അരുണാചൽ പ്രദേശ് ഇതെല്ലാം ചേരുന്നതാണ് ഇന്ത്യ. അപ്പൊ കരഭാഗം നമ്മുടെ രാഷ്ട്രം എന്ന് പറയുന്നു. വായുമേഖല നിങ്ങൾ കേട്ടിട്ടില്ല, അനധികൃതമായിട്ട് ഇന്ത്യയുടെ വായുമേഖലയിൽ കടന്നു കയറി പാകിസ്ഥാൻ ചാരവിമാനങ്ങൾ കടന്നു കയറി ഇന്ത്യ ആർമി വെടിവെച്ചിട്ടു എന്നൊക്കെ നിങ്ങൾ കേൾക്കാറില്ലേ? അപ്പോൾ ഒരു രാജ്യത്തിന്റെ വായുമേഖലയിൽ കയറണമെങ്കിൽ അവിടുത്തെ ഗവൺമെന്റിന്റെ ഈ പറയുന്ന അംഗീകാരം വേണം. കാരണം അത് ആ രാജ്യത്തിന്റെ ഭൂപ്രദേശമാണ്, അത് നമുക്ക് കിട്ടും. ഇനി ആ രാജ്യത്തിന്റെ തീരപ്രദേശം അല്ലേ നമ്മുടെ ഭാഗമല്ലേ, അല്ല നമ്മുടെ തീരപ്രദേശം വേറെ ഏതെങ്കിലും രാജ്യത്തിന്റെ ഭാഗമാണോ? അല്ല. അപ്പൊ പിന്നെ എന്താണ് ഓപ്ഷൻ സി എന്നാണ് നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേഷനിലൂടെ നമുക്കൊരു ഗസ് വർക്കിലൂടെ എന്ത് ചെയ്യാം? ആൻസറിലോട്ട് എത്താം. രാജ്യത്തിന്റെ തീരത്തിൽ നിന്നും 12 നോട്ടിക്കൽ മൈലിനപ്പുറമുള്ള സമുദ്രമേഖല. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഓൺ ചാപ്റ്റർ 9 രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിനകത്തും പറയുന്നുണ്ട് എന്താണ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. ഒരു രാജ്യത്തിന്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ്, സമുദ്ര സാമീപ്യമുള്ള രാജ്യങ്ങളുടെ തീരപ്രദേശത്ത് നിന്നും 12 നോട്ടിക്കൽ മൈൽ, 22 കിലോമീറ്റർ. നോട്ടിക്കൽ മൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് കടലിലുള്ള ദൂരം അളക്കുന്ന നോട്ടിക്കൽ മൈലാണ്. കടലും ഭൂപ്രദേശത്തിന്റെ ഭാഗമായി കണക്കാക്കും. കണ്ടോ, 12 നോട്ടിക്കൽ മൈൽ വരെയാണ്. അപ്പൊ ഇന്ത്യയുടെ ഇതാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. അപ്പൊ ഇവിടുന്ന് ഇന്ത്യയുടെ എന്താണ് നമ്മുടെ കരഭാഗത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ, കടലിലോട്ടുള്ള 12 നോട്ടിക്കൽ മൈൽ ദൂരമാണ് ഇന്ത്യയുടെ ഭാഗം. അത് കഴിഞ്ഞ് അങ്ങോട്ട് വരുമ്പോൾ അതെന്താണ്? ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശമല്ല. അതാണ് ഇവിടെ എന്ന് പറയുന്നത്. ഇത് SCERTക്കകത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇനി അടുത്ത് ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാകാത്തത്, ഇതും കൃത്യമായിട്ട് നമുക്ക് SCERTക്കകത്ത് കാണാൻ പറ്റും. ക്ലാസ് 10 സോഷ്യൽ സയൻസ് 1 രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും എന്ന് പറയുന്നതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ജനാധിപത്യം. ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകം ജനാധിപത്യം. അപ്പൊ നോക്കി, ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകം, ഇവിടെ നിങ്ങൾക്ക് ഗസ് വർക്ക് ചെയ്യാൻ പറ്റും. ഭൂപ്രദേശം, ഒരു രാജ്യം എന്ന് പറയണമെങ്കിൽ അവിടെ ഒരു ഭൂമി ഉണ്ടാവണം. ഇല്ലാതെ വായുവിൽ മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഭൂപ്രദേശം വേണം, അവിടെ ജനങ്ങൾ ഉണ്ടായിരിക്കണം, എന്നാലും ഒരു രാഷ്ട്രം എന്ന് പറയാൻ പറ്റൂ. പരമാധികാരം വേണം, രാഷ്ട്രത്തിന് സോവർണിറ്റി, പരമാധികാരം വേണ്ടേ? വേറൊരു രാജ്യം ഒരു രാജ്യത്തിനെ നിയന്ത്രിച്ചാൽ അത് രാജ്യം എന്ന് പറയാൻ പറ്റുമോ? ടിബറ്റ്, അവിടെ ചൈന നിയന്ത്രിക്കുന്നു. ഹോങ്കോങ്, ചൈന നിയന്ത്രിക്കുന്നു. അതൊരു രാഷ്ട്രം എന്ന് പറയുന്ന ഒരു അർത്ഥത്തിൽ വരത്തില്ല. മനസ്സിലായല്ലോ. അതേസമയം ജനാധിപത്യം വേണമെന്നില്ല. കാരണം ചൈന ഒരു ജനാധിപത്യ രാജ്യമാണോ? നോർത്ത് കൊറിയ ഒരു ജനാധിപത്യ രാജ്യമാണോ? അപ്പോൾ രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകത്തിൽ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ഘടകം നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റണമെന്നില്ല. അതായത് രാഷ്ട്രം എന്ന് പറയുമ്പോൾ ജനാധിപത്യം എന്നുള്ളത് ഒരു നിർബന്ധമായിട്ട് വേണ്ടാത്തൊരു ഘടകമാണ്. ഇനിയിപ്പോൾ നോക്കിയേ, അത് ഈ പറയുന്ന ക്ലാസ് 10 സോഷ്യൽ സയൻസ് SCERTക്കകത്തുള്ളതാണ്. മറ്റൊന്ന്, താഴെ പറയുന്ന അവകാശങ്ങൾ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെയാണ്? രാഷ്ട്രീയ അവകാശങ്ങൾ, അതില് നമുക്ക് മൂന്നാമത്തെ, ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കാനുള്ള ഒരു അവകാശം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ അവകാശമല്ല. മനസ്സിലായല്ലോ. കാരണം അത് കൃത്യമായിട്ട് നമുക്ക് NCERT 11th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 5 അവകാശങ്ങൾ, നമ്മുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം രാഷ്ട്രീയ അവകാശമാണ്. ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം രാഷ്ട്രീയ അവകാശമാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശവും രാഷ്ട്രീയ അവകാശമാണ്.
ഇതെന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അല്ലെ. നമുക്കറിയാമല്ലോ മൗലികാവകാശമാണ് ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെ. നമുക്കറിയാം നമുക്കതൊരു മൗലിക അവകാശമാണ്. അപ്പോൾ ഇതിൽ 1, 2, 4 മാത്രമാണ് രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് വരുന്നത്. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം, ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഇത് നമുക്ക് 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 4 നമ്മുടെ ഗവൺമെന്റ്. അപ്പൊ കാര്യനിർവഹണ വിഭാഗം ഇന്ത്യയിൽ, എക്സിക്യൂട്ടീവ് അതിനകത്ത് പറയുന്നുണ്ട്. കാര്യനിർവഹണ വിഭാഗം, അതിനകത്ത് രാഷ്ട്രപതി, കേന്ദ്രമന്ത്രിമാർ, ഉദ്യോഗസ്ഥ വൃന്ദം. മനസ്സിലായല്ലോ. അപ്പൊ ഇത് കൃത്യമായിട്ട് ആ ഒരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു? കാര്യനിർവഹണ വിഭാഗം, എക്സിക്യൂട്ടീവ്. മനസ്സിലായല്ലോ. അതിനകത്ത് അടുത്ത ചോദ്യവും അതേ ചാപ്റ്റർ നമുക്ക് കിട്ടുന്നതാണ്. നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയുന്നത്, അതായത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള വസ്തുതകൾ ഏത്? രാജ്യസഭ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കുന്നു. അത് കേൾക്കുമ്പോഴേ നമുക്കറിയാം അത് തെറ്റാണ്. അത് നോക്കി, തെറ്റായിട്ടുള്ള വസ്തുതകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇവിടെ അടുത്ത് പറയുന്നുണ്ട്, രാജ്യസഭ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കുന്നു. രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല. അതിനുശേഷം രാജ്യസഭാംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ്. ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയല്ല എന്ന് പറയുന്നത് തെറ്റാണ്. രാജ്യസഭാംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. കാരണം രാജ്യസഭാംഗങ്ങളെ 5 വർഷത്തേക്കാണോ നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്നത്? അല്ല, അത് നമ്മൾ ലോക്സഭയിലേക്കാണ് തിരഞ്ഞെടുത്ത് വിടുന്നത്. രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധികളാണോ? ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്നതാണോ രാജ്യസഭയിൽ? അല്ല. ഇനി രാജ്യസഭ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കുന്നു അല്ലെ. രാജ്യസഭയെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ പറയുന്ന പോലെ ഉപരാഷ്ട്രപതിയാണ്. ഇപ്പൊ ഇവിടെ രണ്ടാമത്തത് ഒരു സ്ഥിരം സഭ അല്ല എന്ന് പറയുന്നത് തെറ്റാണ്, സ്ഥിര സഭയാണ്. കാരണം 5 വർഷം കൂടുമ്പോൾ മൊത്തത്തിലുള്ള അംഗങ്ങൾ മാറുകയാണോ? മൊത്തത്തിലുള്ള അംഗങ്ങൾ മാറുകയാണോ ചെയ്യുന്നത് 5 വർഷം കഴിയുമ്പോൾ? പക്ഷെ ലോക്സഭയിൽ മാറുന്നുണ്ട്. പുതിയ ഗവൺമെന്റ് വരുമ്പോൾ പഴയ അംഗങ്ങളെല്ലാം പോകുന്നു, പുതിയതായിട്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പൊ അതൊരു സ്ഥിര സഭ അല്ല ലോക്സഭ. പക്ഷെ രാജ്യസഭ സ്ഥിര സഭയാണ്. 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നത് ലോക്സഭയിലാണ്, തെറ്റാണ്. അപ്പൊ നാലാമത്തത് ജനങ്ങളുടെ പ്രതിനിധി സഭയാണ്, തെറ്റാണ്. അപ്പൊ ഇവിടുത്തെ ഒന്നാമത്തെ മാത്രമാണ് കറക്റ്റ്. 2, 3, 4 തെറ്റാണ്. അപ്പൊ തെറ്റായിട്ടുള്ള വസ്തുത ഓപ്ഷൻ സി ആണ്. അതും കൃത്യമായിട്ട് ഈ ഒരു നമ്മുടെ ഗവൺമെന്റ് നേരത്തെ പറഞ്ഞ അതേ ചാപ്റ്റർ. അപ്പൊ നിങ്ങൾ നോക്കുക, ക്ലാസ് 8 ചാപ്റ്റർ 4 നമ്മുടെ ഗവൺമെന്റ്, അത് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് എന്ത് ചെയ്യുമെന്ന് മനസ്സിലാക്കുക. ഭയങ്കര പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത് വീണ്ടും അതേ ചാപ്റ്ററിൽ നിന്ന്, നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ 4, ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വീണ്ടും ചോദ്യം വന്നിട്ടുണ്ട്. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത്. ഇതിൽ 1, 3 ശരിയായിട്ടുള്ള. ജസ്റ്റിസ് ഹരിലാൽ ജെ കനി ആയിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. മൂന്നാമത്തത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് സുപ്രീം കോടതി. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യുക? അതാണ് രണ്ടും ശരിയായിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പൊ 1ഉം 3ഉം ഇത് ഒരു കറണ്ട് അഫയേഴ്സുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ അല്ലേ. ഇനി അടുത്തത്, ഇതും ആ ഒരു ചാപ്റ്റർ നമുക്ക് അതിന്റെ പോയിന്റ്സ് നമുക്ക് കിട്ടാവുന്നതാണ്. ഇനി അടുത്ത, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഭരണഘടനയ്ക്കകത്ത് നമുക്ക് നോക്കാനുള്ളത്. ഇനി അടുത്ത കെമിസ്ട്രിയിൽ നിന്ന് ഏതൊക്കെ പ്രധാനപ്പെട്ട SCERT സോഴ്സുകൾ എന്നുള്ള ചോദ്യം ഉണ്ടെന്ന് നോക്കാം. ഏത് നിശ്ചിത അനുപാതത്തിൽ ഏതെല്ലാം ഗാഢ ആസിഡുകൾ ചേർത്താണ് അക്വാ റീജിയ ലഭിക്കുന്നത്? നമ്മൾ കേട്ടിട്ടുണ്ട്, നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ ചേർന്നാണ് അക്വാ റീജിയ നമ്മൾ കേട്ടിട്ടുണ്ട്. സ്വർണം അലിയിച്ച് കളയുന്ന അക്വാ റീജിയ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഏത് അനുപാതത്തിലാണ്? HNO3 1HNO3യും 3HCl എന്ന് പറയുന്ന ഒരു അനുപാതത്തിലാണ് ഈ ഒരു ഇതൊരു മിക്സ് ചെയ്ത് അക്വാ റീജിയ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ എന്തെന്ന് പറയുന്നു? ഈ പറയുന്ന പോലെ രാജകീയ ദ്രാവകം എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 9ാം ക്ലാസ്സിലെ കെമിസ്ട്രി ആസിഡ് ബേസ് ലവണങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. നമ്മുടെ ക്ലാസ്സിനകത്തും കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സുകളിലും ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ചോദ്യം, ശാസ്ത്രജ്ഞനും അവർ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്നതുമായിട്ടുള്ള ബന്ധവും താഴെ നൽകിയിരിക്കുന്നു. അതിൽ ഏറ്റവും ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. ഇതും 9ാം ക്ലാസ്സിലെ കെമിസ്ട്രി 4ാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനകത്തും +1 കെമിസ്ട്രി ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമുക്ക് എന്തെങ്കിലും കിട്ടും. അപ്പോൾ SCERT വായിച്ചാലും NCERT വായിച്ചാലും ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. 1 സി, ഹെൻലി മോസ്ലി ആണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. മെൻഡലേവിന്റെ ആണ് അറ്റോമിക് മാസ്. ഇനി ന്യൂലാൻഡ്സ് ആണ് എന്തെന്ന് പറയുന്നത്, അഷ്ടക നിയമം. ഇനി ഡൊബറൈനർ ആണ് എന്തെന്ന് പറയുന്നത്, ത്രികങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് ആ ഒരു ചാപ്റ്ററിന്റെ
സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 9ാം ക്ലാസ്സിലെ കെമിസ്ട്രി 4ാമത്തെ ചാപ്റ്റർ, +1 കെമിസ്ട്രി ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററും കൂടെ നോക്കിയിട്ട് പോകുക, കാരണം അതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി അടുത്ത് ഫിസിക്സിന്റെ ചോദ്യങ്ങളുടെ സോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ പ്രകാശരശ്മി ഒരു പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ്. അപവർത്തനം എന്നാണ് നമ്മൾ ആൻസർ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ശരിയായിട്ടുള്ളത് പ്രകീർണനമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ട് പ്രകാശത്തിന്റെ പ്രകീർണനം. പ്രകീർണനം എന്ന് പറയുന്നത് ഇവിടെ സൂര്യപ്രകാശം പ്രിസത്തിലൂടെ കടത്തിവിട്ട് സ്ക്രീനിൽ പതിപ്പിച്ച് നോക്കൂ. നമുക്ക് ഈ പറയുന്ന പ്രകാശ പ്രകീർണനം എന്ന് പറയുന്ന പോർഷനകത്ത് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് നമുക്ക് കാണാൻ പറ്റുന്നു. SCERT ഊർജ്ജതന്ത്രം 10ാം ക്ലാസ്സിലെ കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും അതിനകത്ത് കൃത്യമായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, സൂര്യപ്രകാശം കടത്തിവിടുന്നു, പ്രിസത്തിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, 7 വർണ്ണങ്ങളായിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നോക്കിയേ, ഇതിനകത്ത് ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശമാണ് സമന്വിത പ്രകാശം. ഈ ഒരു സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. മനസ്സിലായല്ലോ? പ്രകീർണന ഫലമായി ഉണ്ടാകുന്ന വർണ്ണങ്ങളുടെ ക്രമമായ വിതരണത്തെ വർണ്ണരാജി, വിസിബിൾ സ്പെക്ട്രോ എന്ന് പറയുന്നു. നമ്മൾ ഈ പറയുന്ന റെയിൻബോയുടെ കാര്യമൊക്കെ പറയാറില്ലേ? അപ്പൊ ഈ പറയുന്ന പോലെ പ്രകാശ പ്രകീർണനം. പക്ഷെ പ്രകാശ പ്രകീർണനം ഇവിടെ ഓപ്ഷനിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അപവർത്തനം കൊടുക്കുന്നു. കാരണം ഈ പറയുന്ന പോലെ പ്രകീർണത്തിന് കാരണമായത് അപവർത്തനമാണ്. ഈ ഒരു പ്രകാശ പ്രകീർണനത്തിന് കാരണമായത് അപവർത്തനമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ സോഴ്സ് കണ്ടല്ലോ, SCERT കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകം എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ ഊർജ്ജതന്ത്രം, നമ്മുടെ 10ാം ക്ലാസ്സിലുള്ള ഫിസിക്സിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. ഇനി അടുത്തത് ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്ന ന്യൂട്ടന്റെ ചലന നിയമം ഏതാണ്? ഏത് ലോ ഓഫ് മോഷൻ, ന്യൂട്ടന്റെ ഏത് ചലന നിയമത്തിനകത്താണ് ലോ ഓഫ് ഇനേർഷ്യ പറ്റി, ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്ന ചലന നിയമം ഏത് ചലന നിയമമാണ്? ഇത് നമ്മുടെ SCERT ഫിസിക്സിന്റെ 9ാം ക്ലാസ് SCERTക്കകത്തുള്ള ചലനവും ചലന നിയമങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ന്യൂട്ടന്റെ 1ാം ചലന നിയമം അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനേർഷ്യ, ലോ ഓഫ് ഇനേർഷ്യ, ന്യൂട്ടന്റെ 1ാം ചലന നിയമം. ഓക്കെ അല്ലേ? നമ്മളത് പഠിച്ചിട്ടുള്ളതാണ് ക്ലാസ്സുകളിലെല്ലാം തന്നെ. ഇനി ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ, നമുക്കറിയാം വാഹനങ്ങളൊക്കെ പൊക്കുന്നതും ഹൈഡ്രോളിക് ബ്രേക്ക് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് കേട്ടിട്ടുണ്ടല്ലേ? അപ്പൊ ഈ ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ഒക്കെ പ്രവർത്തനം, അതിന്റെ തത്വം എന്താണ്? പാസ്കൽസ് നിയമമാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. കണ്ടോ, അപ്പൊ ഒരു ഹൈഡ്രോളിക് ജാക്കിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. പാസ്കൽസ് നിയമപ്രകാരം അവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മൾ വാഹനങ്ങളൊക്കെ വാഷ് ചെയ്യാൻ കൊണ്ടുപോകുന്ന സമയത്ത് പൊക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ? അതെല്ലാം തന്നെ ഹൈഡ്രോളിക് പ്രസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ഉദാഹരണങ്ങളാണ്. അപ്പൊ അത് പ്രവർത്തിക്കുന്നത് പാസ്കൽസ് നിയമ തത്വപ്രകാരമാണ് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കും. ഇനി അടുത്ത് ഇതിനകത്ത് നിത്യജീവിതത്തിൽ പാസ്കൽ നിയമം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന അനേകം ഉപകരണങ്ങളുണ്ട്. വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ് നമ്മൾ കണ്ടിട്ടില്ലേ? യൂട്യൂബിലൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഹൈഡ്രോളിക് പ്രസ്, സാധനങ്ങളൊക്കെ പ്രസ് ചെയ്ത് നശിപ്പിക്കുന്ന വീഡിയോസ് കണ്ടിട്ടില്ല? അതെല്ലാം ഇതിന്റെ ഉദാഹരണങ്ങളാണ്. ഇനി അടുത്ത് ചന്ദ്രയാൻ 3ന്റെ ലാൻഡറുടെ പേര്. ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇത് CA ക്വസ്റ്റ്യൻ ആണ്, കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. വിക്രം ലാൻഡർ ഇത് കറണ്ട് അഫയേഴ്സ് വായിച്ചിട്ടുള്ള ആൾക്കാർ, നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ് കണ്ടിട്ടുണ്ട്, കറണ്ട് അഫയേഴ്സ് വായിച്ചിട്ടുണ്ട്, സിമ്പിൾ ചോദ്യമാണ്, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. കറണ്ട് അഫയേഴ്സ് വായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ കിട്ടും. വിക്രം ലാൻഡർ ആണ്. പ്രഗ്യാൻ റോവർ, വിക്രം ലാൻഡർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? യെസ്. ഇനി അടുത്ത് ബയോളജിയിലെ ചോദ്യങ്ങൾ നമുക്ക് നോക്കിയാൽ, മസ്തിഷ്കത്തിന്റെ ഡോപ്പമിൻ എന്ന നാഡീയ പ്രക്ഷേപത്തിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരത്തുലന നില നഷ്ടമാകുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു. ഇത് ഏത് രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്? ഇത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. അൽഷിമേഴ്സ് അല്ല നമുക്കറിയാം. ഇവിടെ പറയുന്നുണ്ട്, കണ്ടോ, ശരീരത്തിന് വിറയൽ, പേശികളുടെ ക്രമരഹിതമായിട്ടുള്ള ചലനം, ശരീര തുലന നില നഷ്ടമാകുക. നമ്മുടെ ബോക്സർ മുഹമ്മദ് അലിയൊക്കെ കണ്ടിട്ടില്ല? അദ്ദേഹം ഒരു ഒളിമ്പിക്സ് ഫംഗ്ഷനൊക്കെ വന്ന സമയത്ത് അദ്ദേഹം ദേഹമൊക്കെ വിറച്ചോണ്ട് വന്നു. അപ്പോൾ പാർക്കിൻസൺസ് രോഗമാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ പാർക്കിൻസൺസ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താ സംഭവിക്കുക? ദേഹമൊക്കെ മുഴുവനായിട്ട് ഇങ്ങനെ വിറയ്ക്കുന്ന അവസ്ഥ, നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രക്ഷേപത്തിന്റെ ഉൽപാദനം കുറയുന്നു. ഡോപ്പമിൻ നമുക്കറിയാം, നമുക്ക് സന്തോഷം തരുന്ന ഡോപ്പമിൻ എന്ന് പറയുന്ന അതിന്റെ ഉൽപാദനം കുറയുന്നു. അപ്പോൾ ശരീരത്തിന് വിറയൽ, പേശികളുടെ ക്രമരഹിതമായിട്ടുള്ള ചലനം, ശരീര തുലന നില നഷ്ടമാകുക തുടങ്ങിയ എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നത് പാർക്കിൻസൺ രോഗമാണ്. അത് കൃത്യമായിട്ടും കൊടുക്കുന്നുണ്ട് 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1. അതിനകത്ത് അറിയാനും പ്രതികരിക്കാനും, ചാപ്റ്റർ 1 ഒന്നാമത്തെ ചാപ്റ്റർ അറിയാനും പ്രതികരിക്കാനും, അൽഷിമേഴ്സ് എന്താണ്, പാർക്കിൻസൺസ് എന്താണ്, അപസ്മാരം എന്താണ്, ശരീര തുലന നില നഷ്ടപ്പെടുത്തുക, പേശികളുടെ ക്രമരഹിതമായിട്ടുള്ള ചലനം, ശരീരത്തിന് വിറയൽ, വായിൽ നിന്ന് ഉമിനീർ ഒഴുകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അതാണ് പാർക്കിൻസൺ രോഗം നമുക്ക് കണ്ടെത്താൻ പറ്റും. താഴെ പറയുന്നവയിൽ തൊഴിൽ ജന്യ രോഗമല്ലാത്തതേത്? സിലിക്കോസിസ്,
ന്യൂമോകോണിയോസിസ്, സോറിയാസിസ്, ആസ്ബറ്റോസിസ്. അപ്പൊ ഇത് കൃത്യമായിട്ടും 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 4 അകറ്റി നികർത്താം രോഗങ്ങളെ, അതിനകത്ത് തൊഴിൽജന്യ രോഗങ്ങൾ. എന്താണ് തൊഴിൽജന്യ രോഗങ്ങൾ എന്ന് പറയുന്നത്? തൊഴിലിടങ്ങളിലെ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന ആക്ടിവിറ്റി, അവിടെ ഉണ്ടാകുന്ന രാസവസ്തുക്കളുടെ ഉൽപാദനം, അത് നമുക്ക് ശരീരത്തിൽ അഫക്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഈ പറയുന്ന തൊഴിൽജന്യ രോഗങ്ങൾ എന്ന് പറയുന്നത്. കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്ക് ന്യൂമോകോണിയോസിസ്, ന്യൂമോ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ട. ദെൻ അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് എന്താണ്, സിലിക്കോസിസ് എന്ന് പറയുന്ന മൺപാത്ര നിർമ്മാണം, സിറോമിക്സ് തുടങ്ങിയ ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് സിലിക്കോസിസ്. ആസ്ബറ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ആസ്ബറ്റോസിസ്. അതല്ലാതെ ഉള്ളത് സോറിയാസിസ് ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അത് തൊഴിൽജന്യ രോഗമല്ല, തൊഴിലുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗമല്ല സോറിയാസിസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനം ഫാഗോസൈറ്റോസിസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേത രക്താണുക്കൾ ഏതൊക്കെ? ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന ക്ലാസ് 10 ചാപ്റ്റർ 5 പ്രതിരോധത്തിന്റെ കാവലാളുകൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ് നടത്തുന്ന കോശങ്ങളാണ് ഫാഗോസൈറ്റുകൾ. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഫാഗോസൈറ്റുകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ശ്വേത രക്താണുക്കളായ മോണോസൈറ്റും ന്യൂട്രോഫില്ലും ഫാഗോസൈറ്റുകളാണ്. അപ്പൊ ഇവിടെ പറയുന്ന ഫാഗോസൈറ്റോസിസ് പ്രവർത്തനം നടത്തുന്ന രക്താണുക്കൾ ഏതൊക്കെ? ആ രക്താണുക്കളെ വിളിക്കുന്ന പേരുകളാണ് എന്തെന്ന് പറയുന്നത്? ഫാഗോസൈറ്റുകൾ. മോണോസൈറ്റും ന്യൂട്രോഫില്ലും. നോക്കിയേ, ഇവിടെ എവിടെയാ കിടക്കുന്നത്? മോണോസൈറ്റും ന്യൂട്രോഫില്ലും. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത്, DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കാഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം ഏതാണ്? അപ്പൊ ഈ ഒരു പുസ്തകം നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. DDT എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും സൈലന്റ് സ്പ്രിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വാർത്തകൾ അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും. റേച്ചൽ കാഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക 1962 പ്രസിദ്ധീകരിച്ച നിശബ്ദ വസന്തം, സൈലന്റ് സ്പ്രിംഗ്, DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ. അപ്പൊ കൃത്യമായിട്ടും SCERT അതേ സ്റ്റേറ്റ്മെന്റ് എടുത്ത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ ആൻസർ നിശബ്ദ വസന്തം, സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്നു. ക്ലാസ് 8 ചാപ്റ്റർ 13 വൈവിധ്യം നിലനിൽപ്പിന്. ഇതിൽ നിന്ന് മുന്നേയും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. കഴിഞ്ഞ ഘട്ട LDCകൾ നോക്കിക്കഴിഞ്ഞാൽ, എക്സാം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിൽ നിന്ന് ചോദ്യം അതുപോലെ കോപ്പി പേസ്റ്റ് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഇതും കൂടെ എന്ത് ചെയ്യാം, നോക്കിയിട്ട് പോവാം. അടുത്ത, സ്ഥൂലധാതുക്കൾ ഏതൊക്കെ? സ്ഥൂലധാതുക്കൾ നമുക്കറിയാം, ഈ പറയുന്ന പോലെ എന്താണ്, മാക്രോ ന്യൂട്രിയൻസ്, പ്രധാനപ്പെട്ട ധാതുക്കളാണ് നമ്മൾ സ്ഥൂലധാതുക്കൾ എന്ന് പറയുന്നത്. പ്രധാന ധാതുക്കൾ ഇവിടെ കണ്ടോ, നമ്മൾ യെല്ലോ ഷെയ്ഡിൽ കൊടുത്തിട്ടുണ്ട്. കാൽഷ്യം, ഫോസ്ഫറസ്, സോഡിയം, സൾഫർ, പൊട്ടാസ്യം, ക്ലോറിൻ, മഗ്നീഷ്യം. ഇവിടെ നോക്കി, ഇവിടെ പറയുന്നത് എന്താണ്? മനുഷ്യഭാരത്തിന്റെ 4 മുതൽ 6% വരെ ധാതുക്കളാണ്. അതായത് ശരീരത്തിന്റെ 1 മുതൽ 3 കിലോ വരെ ധാതുക്കളുടെ ഭാരമാണ്. ഇതിൽ 90% 7 ധാതുക്കളുടെയാണ്. ദിവസേന 100 മില്ലിഗ്രാമിന് മുകളിൽ ഇവ ഭക്ഷണത്തിൽ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അവയെ പ്രധാന ധാതുക്കൾ എന്ന് പറയുന്നത്. അതല്ലാത്ത മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് ദിവസം 100 മില്ലിഗ്രാമിൽ താഴെ ആവശ്യമുള്ളൂ. അപ്പൊ പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണ്? കാൽഷ്യം, പൊട്ടാസ്യം, ക്ലോറൈഡ്, സോഡിയം എന്ന് പറയുന്നത്. കാൽഷ്യം, പൊട്ടാസ്യം, സോഡിയം, ക്ലോറൈഡ് തുടങ്ങിയവയാണ് എന്തെന്ന് പറയുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട ധാതുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ 12ാം ക്ലാസ് ഹോം സയൻസ് ചാപ്റ്റർ 1 അടിസ്ഥാന പോഷണം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ സോഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. അടുത്ത, മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയോ ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലെന്ന് വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി. ഇതെന്ന് പറയുന്നത് നമ്മൾ കോവിഡ് സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, സ്നേഹപൂർവ്വം പദ്ധതി അല്ലെ? കോവിഡ് സമയത്ത് അച്ഛനും അമ്മയും മരിക്കുന്ന സമയത്തോ അച്ഛനും അമ്മയും ആരെങ്കിലും മരിക്കുന്ന സമയത്തോ കുട്ടികളെ സ്വന്തം വീട്ടിൽ തന്നെ നിർത്തി പഠിപ്പിക്കുക എന്നുള്ള, അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ നോക്കുക എന്നുള്ള സ്നേഹപൂർവ്വം പദ്ധതിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതൊരു CA ക്വസ്റ്റ്യൻ ആണ്, കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് വായിച്ചിട്ടുള്ളവർ, പേപ്പർ വായിച്ചിട്ടുള്ളവർ, കറണ്ട് അഫയേഴ്സ് ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റും. പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവ്. ഇത് നിങ്ങൾ വാർത്തയിൽ കണ്ടിട്ടുണ്ടായിരിക്കും, കറണ്ട് അഫയേഴ്സിൽ കേട്ടിട്ടുണ്ടായിരിക്കും. അറ്റ്പാടി എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ദ ഗവൺമെന്റ് ഓഫ് മഹാരാഷ്ട്ര has recently declared the establishment of a new conservation reserve in the Atpadi region of Sangli district named the Atpadi Conservation Reserve. കേട്ടോ, അറ്റ്പാടിനെ പറ്റി കേട്ടില്ലേ? പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവ് അറ്റ്പാടി. ഇതും എന്താണ്? ഇതും ഒരു CA ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിന്
നുള്ള സഹകരണ കേന്ദ്രമായി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോക ആരോഗ്യ സംഘടന 2024 ജൂൺ 3 ആയുഷ് മന്ത്രാലയത്തിന്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസിന് കീഴിലുള്ള ഏത് യൂണിവേഴ്സിറ്റിയാണ് നിയോഗിച്ചത്? ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, NIIMH ഹൈദരാബാദ്. ഇത് നിങ്ങൾ വാർത്ത വന്നിട്ടുള്ളത് കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ഗവൺമെന്റ് PIB അനൗൺസ് ചെയ്ത്, PIB അറിയല്ലോ, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, അവർ റിലീസ് ചെയ്ത ഒരു റിപ്പോർട്ടാണ്, കറണ്ട് അഫയേഴ്സ് ആണ്, നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡെസിഗ്നേറ്റഡ് CCRAS NIIMH ഹൈദരാബാദ് ആസ് കൊളാബറേറ്റിംഗ് സെന്റർ ഫോർ ട്രഡീഷണൽ മെഡിസിൻ റിസർച്ച് എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾ അത് കവർ ചെയ്തിട്ടുണ്ട്. അത് വായിച്ചിട്ടുള്ളവർക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് IT ക്വസ്റ്റ്യന്റെ സോഴ്സുകളൊന്ന് നോക്കാം. ആദ്യം, ഒരു നെറ്റ്വർക്ക് ഹബിന്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? അതിലൊന്ന് മാത്രമാണ് ശരി. ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ നമ്മൾ നെറ്റ്വർക്ക് ഹബ് ഉപയോഗിക്കുന്നു. 11ാം ക്ലാസ്സിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നമുക്കറിയാം. ഈ പറയുന്ന സയൻസിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ് വരുന്നത്, ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സിലാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വരുന്നത്. അതിനകത്ത് ഹബ് എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ടും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത ചോദ്യം, ഇതും 11ാം ക്ലാസ്സിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ ചോദ്യമാണ്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പമാർഗം ഫങ്ഷൻസ്. അത് കൃത്യമായിട്ട് ഇത് കൊടുക്കുന്നുണ്ട്. ഒരു ഫങ്ഷൻ, മനസ്സിലായല്ലോ? സ്പ്രെഡ്ഷീറ്റിന്റെ ഫംഗ്ഷനുകൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ടും കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ, വിവിധതരം ജോലികളെ വളരെ എളുപ്പത്തിൽ സങ്കീർണമായിട്ടുള്ളവയെ ലഘൂകരിക്കാൻ വേണ്ടി ചെയ്യുന്ന നിരവധി ഫംഗ്ഷനുകൾ സ്പ്രെഡ്ഷീറ്റിൽ ലഭ്യമാണ്. നിങ്ങൾ എക്സൽ ഒക്കെ ചെയ്യുന്ന സമയത്ത് പല ഫംഗ്ഷൻസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതെല്ലാം നമ്മുടെ കാര്യങ്ങൾ വേഗത്തിൽ എളുപ്പമായി. നമ്മൾ കുത്തിയിരുന്ന് അതിങ്ങനെ ടൈപ്പ് ചെയ്യുന്നതിന് പകരം ആ ഫംഗ്ഷൻ കീ, ആ ഫംഗ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യും? ആ ഒരു ഫംഗ്ഷൻ നമുക്ക് പ്രവർത്തനം നടത്താൻ പറ്റും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് 11ാം ക്ലാസ്സിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ടെക്സ്റ്റ് ബുക്കിനകത്തു നിന്നുള്ള ചോദ്യമാണ്. ഒരു വയർലെസ് റൂട്ടറിന്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്ന ഏത് ഉപകരണമാണ് സഹായിക്കുക? വയർലെസ് റിപ്പീറ്റർ ആണ് സഹായിക്കുക എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഒരു വയർലെസ് റൂട്ടറിന്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്ന ഏത് ഉപകരണമാണ് സഹായിക്കുക? വയർലെസ് റിപ്പീറ്റർ. വീണ്ടും 11ാം ക്ലാസ്സിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഹ്യൂമാനിറ്റീസ് എന്താണ് റിപ്പീറ്റർ എന്ന് കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ, റിപ്പീറ്റർ ഇങ്ങനെ വരുന്ന തരംഗങ്ങളെ സ്വീകരിച്ച് ശക്തി കൂട്ടി ലക്ഷ്യസ്ഥാനത്തേക്ക് പുനഃപ്രക്ഷേപണം നടത്തുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? റിപ്പീറ്റർ. ഇനി ഒരു പോയിന്റ് ഇൻപുട്ട് ഡിവൈസ് ഉദാഹരണമാണ് മൗസ് എന്ന് പറയുന്നത്. അതും 11ാം ക്ലാസ്സിലെ NCERT ഹ്യൂമാനിറ്റീസ് മൗസ് എന്ന് പറയുന്നത്. കണ്ടല്ലോ, ചെറിയ ഇൻപുട്ട് ഉപകരണമാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഒരു പോയിന്റ് ഇൻപുട്ട് ഉപകരണമാണ് മൗസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 11ാം ക്ലാസ്സിലെ NCERT ഹ്യൂമാനിറ്റീസിൻ്റെ അകത്ത് നിന്ന് വന്നിട്ടുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഗൂഗിൾ ക്രോം ആണ്. ഗൂഗിൾ ക്രോം വെബ് ബ്രൗസർ, ഗൂഗിൾ ക്രോം ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില്ല ഫയർഫോക്സ് എന്നിവയാണ്. ഇതിൽ ഗൂഗിൾ ക്രോം എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട. അതായത് ഇത് 11ാം ക്ലാസ്സിലെ നമ്മൾ പറയുന്ന 11ാം ക്ലാസ്സിലെ SCERT കമ്പ്യൂട്ടർ, അതിൽ നിന്ന് വന്നിട്ടുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നിന്നാണ് ഈ ഒരു IT ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇത്തവണ ഈ ഘട്ടത്തിൽ നടന്നിട്ടുള്ള LDC എക്സാമിന്റെ GK പോർഷന്റെ പ്രധാനപ്പെട്ട സോഴ്സുകൾ എന്ന് പറയുന്നത്. സോഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അത് നമ്മൾ എടുത്തിട്ടില്ല. ഇതിനകത്ത് നമ്മൾ എടുത്തിട്ടുള്ളത് കൃത്യമായിട്ട് SCERT NCERT അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ അത് എവിടെ നിന്ന് വന്നിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കൃത്യമായിട്ട് സത്യാവസ്ഥ നമ്മൾ അറിഞ്ഞിരിക്കണം. SCERT വായിച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റുമോ എന്നുള്ള സത്യാവസ്ഥ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അത് ബോധ്യപ്പെടുത്താനാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തോ ഒരു വീഡിയോയിൽ നോക്കാനുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.